നമ്മുടെ വീഡിയോ നമ്മുടെ പട്ടായയിലുള്ള സാഞ്ചുറി ഓഫ് ട്രൂത്തിൻ്റെ അവിടുത്തെ കാഴ്ചകളാണ്. നമുക്കിവിടെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം, അല്ലാതെ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ പാക്കേജസിൽ നമുക്ക് ബുക്ക് ചെയ്യാം. ഇതിൻ്റെ അകത്ത് കേരള എൻട്രി ടിക്കറ്റ് വന്നിട്ട് മുതിർന്നവർക്ക് 500 തായ് ബാത്തും കുട്ടികൾക്ക് 250 തായ് ബാത്തുമാണ്. പിന്നെ ഈ സാഞ്ചുറി ഓഫ് ട്രൂത്ത് ലോകത്തിൽ തന്നെ 8th വണ്ടറിൽ ചേർക്കാൻ പറ്റിയ ഒരു കിടിലൻ കൺസ്ട്രക്ഷനാണ് ഈ സാഞ്ചുറി ഓഫ് ട്രൂത്ത്. പിന്നെ ഇവിടെ ഇത് എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഇവിടെ നമുക്ക് കയറാവുന്നതാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു കിടിലൻ വ്യൂ പോയിന്റ്. നമുക്ക് ഈ വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം നമുക്ക് താഴേക്ക് ഇറങ്ങാം. നമുക്കപ്പോൾ താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നല്ലൊരു കിടിലൻ കാഴ്ചയാണ്. നമുക്ക് ഇതേപോലെ സൈഡിൽ കുറേ വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. പിന്നെ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു ചെറിയൊരു വാട്ടർഫോൾ പോലെയൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് ഇതിൻ്റെ അകത്ത് പോകുന്നതാണ്. പിന്നെ നമ്മൾ താഴെ ചെല്ലുമ്പോൾ നമുക്ക് ഇതേപോലെ ഹെൽമെറ്റ് തരും. ഈ ഹെൽമെറ്റ് വെച്ചിട്ടാണ് നമുക്ക് ഈ സാഞ്ചുറി ഓഫ് ട്രൂത്തിൻ്റെ അകത്തേക്ക് കയറാൻ. കാരണം ഈ സാഞ്ചുറി ഓഫ് ട്രൂത്ത് ഇതുവരെയും കംപ്ലീറ്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും കൺസ്ട്രക്ഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഗൈഡ് പറയുന്നത്. പിന്നെ ഇവിടെ കണ്ടത് ഫീമെയിൽ വർക്കേഴ്സാണ് ഇവിടുത്തെ ഈ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ കൂടുതലും ചെയ്യുന്നത്. കൂടുതലും ഈ ഫീമെയിൽ ആൾക്കാരാണ് ഈ കൊത്തുപണികളൊക്കെ ഇവിടെ ചെയ്യുന്നത് കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നമ്മൾ ഈ സാഞ്ചുറി ഓഫ് ട്രൂത്തിൻ്റെ ആ ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ ഇവിടെ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെയാണ്. നമുക്കിപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കുറച്ച് കണ്ടതിന് ശേഷം മടങ്ങി വരാം. Ready that it's all about. Of course, next process of the carving and decoration, just like those models up there. For the walls, we use the long top nail, this one here. What we do is we add more and more to put in the wall. And of course, at the back are the carving or the decorations here. And everyone, the knowledge came from ancient Thai workers called Prasayam, which passed it to generation to generation. This day, we're still using it. Later, you can go back here again, take photos and videos. You can also touch this so that you learn how it functions. Maybe when you go back to your country, you also want to build a house with photos like this. Learn from this one here, okay? Meanwhile, let's go for another one. അങ്ങനെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ കുറച്ച് കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊക്കെ അവർ പറഞ്ഞിരുന്നതായിരിക്കും ഗൈഡ് ഉള്ളപ്പം. പിന്നെ നമ്മൾ ഈ സാഞ്ചുറി ഓഫ് ട്രൂത്ത് ഇവിടെ അവർ കൺസ്ട്രക്ട് ചെയ്ത് തുടങ്ങിയത് 1981 മുതലാണ് ഇവിടെ ഈ സാഞ്ചുറി ഓഫ് ട്രൂത്തിൻ്റെ പണി തുടങ്ങിയത്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഹിന്ദു മിത്തോളജിയും ബുദ്ധിസ്റ്റും ആയിട്ടൊക്കെ ചേർന്നിട്ടുള്ള ഒരു രൂപകൽപ്പനയിലാണ് നമ്മുടെ ഈ സാഞ്ചുറി ഓഫ് ട്രൂത്ത് അവർ ചെയ്തിട്ടുള്ളത്. ഈ പറയപ്പെടുന്നത് 2025 തുടക്കത്തോടെയൊക്കെ ഈ സാഞ്ചുറി ഓഫ് ട്രൂത്തിൻ്റെ പണി കഴിയുമെന്നാണ് അവർ പറയുന്നത്. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഒരു കിടിലൻ ഫീലാണ് ഇവിടെ ഉള്ളത്. ഈ പട്ടായയിലുള്ള ഈ സാഞ്ചുറി ഓഫ് ട്രൂത്തിൻ്റെ ഇവിടെ വെച്ചാണ് നമ്മുടെ മണി ഹേസ്റ്റിൻ്റെ ഒക്കെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇവിടെയൊക്കെ ആയിരുന്നു. ഇതിൻ്റെ ചെറിയൊരു പോർഷനൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു കിടിലൻ ഫീലാണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഫാനോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു കൂൾ ഫീലാണ് ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ തന്നെ അനുഭവപ്പെടുന്നത്. പിന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് അവർ ഉടൻ കൊണ്ടാണ് അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് നമ്മുടെ ഈ സാഞ്ചുറി ഓഫ് ട്രൂത്ത്.
ഇതിൻ്റെ ആ ഫുള്ള് അവർ ഗൈഡ് വെച്ച് ചുറ്റിക്കാണ് ഏതാണ്ട് 1-2 മണിക്കൂറോളം നമുക്ക് ടൈം സ്പെൻഡ് ആവും. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ടാണ് അവർ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പം പട്ടായയിൽ എല്ലാവരും വരികയാണെങ്കിൽ ആ ഗൈഡിൻ്റെ കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഇവിടുത്തെ ഓരോ കൊത്തുപണികളൊക്കെ ഓരോ നല്ല കിടിലൻ ഡീറ്റെയിലൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നല്ല ഒറിജിനാലിറ്റിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം മടങ്ങി. അവിടുത്തെ വെളിയിലത്തെ ബാൽക്കണി നിൽക്കുമ്പോൾ ഒരു കാഴ്ചയാണ്. അവിടെ നല്ലൊരു കിടിലെ വ്യൂ ആണ്. പിന്നെ നമുക്ക് ഓരോ ജനലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നോക്കുമ്പോഴത്തേക്കും ഇതേപോലത്തെ വ്യൂസൊക്കെ നമുക്ക് കാണാം. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങ് ദൂരെ കുറച്ച് ആനകളെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. നമുക്കിവിടെ ആന സഫാരി ഉണ്ട്. ആന സഫാരിക്ക് 400 തായ്ബാത്ത് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിൻ്റെ ഹെൽമെറ്റൊക്കെ നമ്മൾ അവിടെ കൊടുത്തിട്ട് വേണം നമ്മൾ പിന്നെ തിരിച്ച് വെളിയിലേക്ക് ഇറങ്ങാൻ. ഇതൊക്കെയാണ് നമ്മുടെ പട്ടായയിലുള്ള സാഞ്ചുറി ഓഫ് ട്രൂത്തിൻ്റെ അടുത്ത പ്രധാന കാഴ്ചകൾ. എല്ലാവരും ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടൊക്കെ പട്ടായയിൽ വരികയാണെങ്കിൽ സാഞ്ചുറി ഓഫ് ട്രൂത്തും കൂടെ വിസിറ്റ് ചെയ്യാൻ നോക്കും. നല്ല കിടില സ്പോട്ടാണ്. ഏതാണ്ട് ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ എല്ലാ ആക്ടിവിറ്റീസും ഇവിടെയുണ്ട്. നമുക്കിവിടെ എലിഫൻറ്റ് സഫാരി, കുതിര സഫാരിയൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് മാത്രമല്ല എത്ര നല്ല ഹിസ്റ്റോറിക് ആയിട്ടുള്ളൊരു കിടിലൊരു സ്ഥലം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഇവിടെ വിസിറ്റ് ചെയ്യാൻ നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.